ഹലോ എവരിവൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂവൽ ഫീഡ് പമ്പ്. ഫ്യൂവൽ സിസ്റ്റത്തിലെ ഫ്യൂവൽ ഫീഡ് പമ്പിന്റെ വർക്കിംഗ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഫ്യൂവൽ ഫീഡ് പമ്പിന്റെ ഫംഗ്ഷൻ. എ ഫീഡ് പമ്പ് ഈസ് യൂഷ്വലി മൗണ്ടഡ് ഓൺ ദി FIP and is driven by the camshaft of FIP. FIP means fuel injection pump. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് വർക്ക് ചെയ്യുന്ന അതേ ക്യാം ഷാഫ്റ്റ് തന്നെയാണ് ഫീഡ് പമ്പിനെയും വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ ക്യാം ഷാഫ്റ്റ് FIP വർക്ക് ചെയ്യിക്കുന്നത് പോലെ തന്നെ FIPയുടെ മുകളിലായിട്ടാണ് ഫീഡ് പമ്പ് ഫിറ്റ് ചെയ്ത് വച്ചിട്ടുള്ളത്. ഇറ്റ് സക്സ് ഫ്യൂവൽ ഫ്രം ഫ്യൂവൽ ടാങ്ക് ആൻഡ് സപ്ലൈസ് ഇറ്റ് ടു ഫ്യൂവൽ ഫിൽറ്റേഴ്സ്. ഒരു ഫ്യൂവൽ ഫീഡ് പമ്പിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്യൂവൽ ടാങ്കിൽ നിന്നും ഫ്യൂവലിനെ വലിച്ചെടുത്ത് ഫ്യൂവൽ ഫിൽറ്ററിലേക്ക് ഫ്യൂവലിനെ സപ്ലൈ ചെയ്യിക്കുക എന്നുള്ളതാണ് ഒരു ഫ്യൂവൽ ഫീഡ് പമ്പ് ചെയ്യുന്നത്. ദെൻ ഒരു ഫ്യൂവൽ ഫീഡ് പമ്പിന്റെ കൺസ്ട്രക്ഷൻ. ദി ഫ്യൂവൽ ഫീഡ് പമ്പ് കൺസിസ്റ്റ് ഓഫ് എ ബാരൽ. ഒരു ഫ്യൂവൽ ഫീഡ് പമ്പിന് ഒരു ബാരൽ ഉണ്ടാകും. എ പ്ലഞ്ചർ, ഒരു പ്ലഞ്ചർ ഉണ്ടാകും. എ പ്ലഞ്ചർ റിട്ടേൺ സ്പ്രിങ്, പ്ലഞ്ചർ റിട്ടേൺ ചെയ്യാനുള്ള ഒരു സ്പ്രിങ് ഉണ്ടാകും. ദെൻ സ്പിൻഡിൽ, ഒരു സ്പിൻഡിൽ ഉണ്ടാകും. റോളർ ടാപ്പറ്റ് ഉണ്ടാകും. സക്ഷൻ ആൻഡ് ഡെലിവറി വാൾവ്സ് ഉണ്ടാകും. ഹാൻഡ് പ്രൈമർ ആൻഡ് പ്രീ ഫിൽറ്റർ. ഇത്രയും ചേർന്നതാണ് ഒരു ഫ്യൂവൽ ഫീഡ് പമ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന്റെ വർക്കിംഗ്. ഈ കാണുന്നതാണ് ഒരു ഫ്യൂവൽ ഫീഡ് പമ്പ്. ഇത് ക്യാം ഷാഫ്റ്റ് ആണ്. ക്യാം ഷാഫ്റ്റിൽ നിന്നും ക്യാം കണക്ട് ചെയ്തിട്ടുണ്ട്. ദി ഫീഡ് പമ്പ് പ്ലഞ്ചർ 1 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഫീഡ് പമ്പ് പ്ലഞ്ചർ. ഇവിടെ ഒരു യു മറിച്ചിട്ട പോലെ കാണുന്ന ഈ ഒരു ഷേപ്പിൽ കാണുന്നതാണ് ഫ്യൂവൽ ഫീഡ് പമ്പിന്റെ പ്ലഞ്ചർ. ദെൻ ഈസ് ഡ്രിവൺ ബൈ ദ ക്യാം. ഇത് ഡ്രിവൺ ചെയ്യുന്നത്, ഇതിന്റെ ഡ്രൈവിംഗ്, ഇതിന്റെ മുകളിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ സാധ്യമാക്കുന്നത് ക്യാമിന്റെ റൊട്ടേഷൻ ആണ്. പ്രൊവൈഡഡ് ഓൺ ദി FIP ക്യാം ഷാഫ്റ്റ്. FIP ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിലേക്ക് കണക്ഷൻ പോയിട്ടുള്ള ക്യാം ഷാഫ്റ്റ് തന്നെയാണ് ഈ ഒരു പ്ലഞ്ചറിന് വർക്ക് ചെയ്യിക്കുന്നത്. വെൻ ദ പ്ലഞ്ചർ മൂവ്സ് ഡൗൺവേർഡ്, പ്ലഞ്ചർ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ, പ്ലഞ്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം, പ്ലഞ്ചർ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ബൈ മീൻസ് ഓഫ് റോളർ ടാപ്പറ്റ്. റോളർ ടാപ്പറ്റ് താഴേക്ക് വരുമ്പോഴാണ് പ്ലഞ്ചർ താഴേക്ക് മൂവ് ചെയ്യുന്നത്. ടാപ്പറ്റ് എന്ന് പറയുന്നത് ക്യാമുമായി ടച്ച് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തിനാണ് ടാപ്പറ്റ് എന്ന് പറയുക. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് റോളർ ടാപ്പറ്റ് ആണ്. ഈ റോളർ ടാപ്പറ്റ് ക്യാം താഴേക്ക് ഫോഴ്സ് കൊടുക്കുമ്പോൾ ടാപ്പറ്റും താഴേക്ക് മൂവ് ചെയ്യും. ആൻഡ് പ്രഷർ സ്പിൻഡിൽ എ പോർഷൻ ഓഫ് എ ഫ്യൂവൽ പ്രസന്റ് ഇൻ ദ സക്ഷൻ ചേംബർ ഈസ് ഡെലിവേർഡ് ത്രൂ ദ പ്രഷർ വാൾവ് to the pressure chamber and the plunger spring compressed in an intermediate stroke. Then ഈ കാണുന്നത് ഇവിടെ 5 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് സ്പിൻഡിൽ, മുകളിലേക്കാണ്. ദെൻ പ്ലഞ്ചറും ഡൗൺവേർഡിലേക്ക് മൂവ് ചെയ്യും. ആ സമയം പ്ലഞ്ചറിന് താഴെയുള്ള പ്ലഞ്ചർ സ്പ്രിങ് കംപ്രസ്ഡ് ആകും. കംപ്രസ് ആകുന്ന സമയത്ത് ഇവിടെ നമുക്ക് 2 ചേംബറുകൾ അവൈലബിൾ ആണ്. ചേംബർ എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ സ്റ്റോർ ചെയ്യുന്ന ഭാഗം. ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് സക്ഷൻ ചേംബർ. ദെൻ ഈ ഒരു ഭാഗമാണ് പ്രഷർ ചേംബർ. 2 ചേംബറുകളാണുള്ളത്. ഒന്ന് സക്ഷൻ ചേംബർ, രണ്ടാമത്തേത് പ്രഷർ ചേംബർ. അതുപോലെ 2 വാൾവുകളാണുള്ളത്. ഇതാണ് സക്ഷൻ വാൾവ്, ഇതാണ് പ്രഷർ വാൾവ്. ദെൻ പ്ലഞ്ചർ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ സക്ഷൻ ചേംബറിലെ ഫ്യൂവലിനെ പ്രഷർ ചേംബറിലേക്ക് തള്ളപ്പെടും. സക്ഷൻ ചേംബറിലുള്ള ഫ്യൂവലിനെ പ്രഷർ ചേംബറിലേക്ക് തള്ളും. ഇവിടെ നിന്നാണ് സക്ഷൻ വാൾവിൽ കൂടെ പുറത്ത് നിന്ന് ഫ്യൂവൽ ടാങ്കിൽ നിന്നും ഫ്യൂവൽ അകത്തേക്ക് വരുന്നത് ഇതിൽ കൂടെയാണ്. പ്ലഞ്ചർ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ മൂലം ഈ സ്പ്രിംഗ് ആക്ഷൻ ഇവിടെ കംപ്രസ് ആവുകയും ഈ വാൾവ് ഓപ്പൺ ആയി ഫ്യൂവൽ നേരെ പ്രഷർ ചേംബറിലേക്ക് മൂവ് ചെയ്യും. പ്രഷർ ചേംബറിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ പ്രഷർ സ്റ്റോർ ചെയ്യും. ഇവിടെയുള്ള ഫ്യൂവൽ കംപ്ലീറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ദെൻ Towards the end of this stroke, the spring-loaded pressure valve closes again.
ഈ സ്ട്രോക്കിന്റെ അവസാനം മാക്സിമം പ്ലഞ്ചർ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെയുള്ള പ്രഷർ കുറയുകയും ഈ സ്പ്രിംഗ് ലോഡഡ് വാൾവ് ക്ലോസ് ആകും. ദെൻ ഇവിടെ കംപ്രസ് ആയിട്ടുള്ള സ്പ്രിങ് ആ സമയത്ത് തിരിച്ച് എക്സ്പാൻഷൻ സംഭവിക്കും. ദെൻ അത് പൂർവ്വസ്ഥിതിയിലേക്ക് പോകുന്നതിനോടൊപ്പം പ്ലഞ്ചറിനെയും മുകളിലേക്ക് കൊണ്ടുപോകും. As soon as the cam or eccentric has passed its maximum stroke, plunger, pressure spindle and roller tappet to move upward due to pressure exerted by the plunger spring. ഈ പ്ലഞ്ചർ സ്പ്രിങ് കൊടുക്കുന്ന പ്രഷർ കാരണം പ്ലഞ്ചർ മുകളിലേക്ക് മൂവ് ചെയ്യും, അതിനോടൊപ്പം തന്നെ സ്പിൻഡിൽ മൂവ് ചെയ്യും, റോളർ മൂവ് ചെയ്യും. ആ സമയത്ത് ക്യാം വളരെ അപ്വേർഡ് സ്ട്രോക്കിലായിരിക്കും ഉണ്ടാകുക. ദെൻ ഈ സമയത്ത് പ്ലഞ്ചർ മുകളിലേക്ക് മൂവ് ചെയ്യുന്നതിനോടൊപ്പം ഇവിടെയുള്ള ഫ്യൂവലിനെ നേരെ പുറത്തേക്ക് ഫ്യൂവൽ ഫിൽറ്ററിലേക്ക് പമ്പ് ചെയ്യുകയും ചെയ്യും. അതേസമയം ഇവിടെ നിന്നുള്ള സക്ഷൻ വാൾവ് മുകളിലേക്ക് പ്രഷർ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു സക്ഷൻ എഫക്റ്റ് വരികയും ഈ വാൾവ് ഓപ്പൺ ആവും. സക്ഷൻ വാൾവ് ഓപ്പൺ ആവും. സക്ഷൻ വാൾവ് ഓപ്പൺ ആവുന്നതോട് കൂടി പുറത്ത് നിന്ന് ഫ്യൂവൽ ടാങ്കിൽ നിന്നുള്ള ഫ്യൂവൽ ഈ ഒരു സക്ഷൻ ചേമ്പറിലേക്ക് വീണ്ടും എൻ്റർ ചെയ്യും. അങ്ങനെ ഈ ഒരു സൈക്കിൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ഒരു ഫ്യൂവൽ ഫീഡ് പമ്പ് വർക്ക് ചെയ്യുന്നത്. A portion of the fuel present in the pressure chamber is thereby delivered to the fuel injection pump through the filter. ഇത് മുകളിലേക്ക് വരുമ്പോൾ പ്ലഞ്ചർ ഒന്നുകൂടി അതിൻ്റെ വർക്കിംഗ് പറയാണ്. പ്ലഞ്ചർ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്നുള്ള ഫ്യൂവലിനെ നേരെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിലേക്ക് പമ്പ് ചെയ്യപ്പെടുകയാണ്. However, fuel is sucked simultaneously from the fuel tank to the suction chamber through the primary filter provided in the feed pump and suction valve. Then suction valve-ന്റെ ഉള്ളിലൂടെ ഇവിടെ നിന്നും ഫിൽറ്ററിലൂടെ നേരെ ഫ്യൂവൽ വീണ്ടും സക്ഷൻ ചേമ്പറിലേക്ക് എത്തുന്നു. When the pressure in the feed pump exceeds, അത് ഇങ്ങനെ മറ്റേത് ഒരു സൈക്കിള് ഇങ്ങനെ അപ്വേർഡും ഡൗൺവേർഡും മോഷൻ വരുമ്പോൾ നേരെ സക്ഷനിന് വഴി ഫ്യൂവലിനെ വലിച്ചെടുക്കുന്നു, പ്രഷർ ചേമ്പറിലേക്ക് വിടുന്നു, അവിടെ നിന്ന് പമ്പ് ചെയ്യുന്നു. ഇതിങ്ങനെ ഒരു സൈക്കിൾ. ഈ സൈക്കിൾ കഴിഞ്ഞ് when the pressure in the feed pump exceeds a specified pressure, the plunger spring lift the plunger only partially. എപ്പോ ഇവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിലും ഫ്യൂവൽ ഫിൽറ്ററിലും എല്ലാം ഫ്യൂവൽ നിറഞ്ഞ് ഇനി ഒരു ഫ്യൂവൽ അങ്ങോട്ട് പമ്പ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരിക്കലും നമുക്ക് അങ്ങോട്ടൊരു പ്രഷർ കൊടുക്കാൻ സാധിക്കില്ല. കാരണം അവിടെ ഫ്യൂവൽ ഫില്ല് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടേക്ക് പിന്നെ നമുക്ക് ഫ്യൂവൽ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് ഫ്യൂവൽ ഫീഡ് പമ്പ് ഐഡിയൽ ആയിട്ട് വർക്ക് ചെയ്യും. ആ വർക്കിംഗ് ആണ് ഇനി പറയുന്നത്. The quantity of fuel delivered per stroke is comparatively smaller. ആ സമയത്ത് നമ്മൾ ഡെലിവർ ചെയ്യുന്ന ഫ്യൂവലിൻ്റെ ക്വാണ്ടിറ്റി അളവ് വളരെ കുറവായിരിക്കും. When the fuel pipeline is full and FIP, ഫ്യൂവൽ പൈപ്പ് ലൈനും അതുപോലെ തന്നെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പും ഫുള്ളാണ്, ഫ്യൂവൽ കൊണ്ട് ഫുള്ളാണ്. Does not need further fuel, the feed pump should be put out of action. ആ സമയത്ത് ഫീഡ് പമ്പിന് ഫ്യൂവൽ പമ്പ് ചെയ്യാൻ കഴിയാതെ വരുന്നു. അതുപോലെ തന്നെ FIPക്കും ഫിൽറ്ററിനും ഫ്യൂവൽ ആവശ്യമില്ലാതെ വരുന്നു. Due to the excess fuel in the fuel outline, the pressure in the pressure chamber holds the plunger in the top position, putting the feed pump out of action. ഇത് ഈ പ്ലഞ്ചറിനെ എപ്പോഴും ടോപ്പ് പൊസിഷനിൽ കീപ്പ് ചെയ്യുകയും ഒരു ഐഡിൽ ആക്ഷൻ, ഇവിടെ സ്പിൻഡിൽ മാത്രം മൂവ് ചെയ്യുന്ന ഒരു ഐഡിൽ ആക്ഷൻ മാത്രം ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ സമയം ക്യാം ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ ഒരിക്കലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ആ സമയം റോളർ ടാപ്പറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ റോളർ ടാപ്പറ്റും സ്പിൻഡിൽ വരെ ഈ ഒരു മോഷൻ ട്രാൻസ്ഫർ ചെയ്യുകയും പ്ലഞ്ചർ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്തിനെയാണ് നമ്മൾ ഐഡിൽ ആക്ഷൻ, ഫ്യൂവൽ ഫീഡ് പമ്പിന്റെ ഐഡിൽ ആക്ഷൻ എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദിസ് പീരീഡ് ഓൺലി സ്പിൻഡിൽ വർക്ക്. ഈ ഒരു പീരീഡിൽ സ്പിൻഡിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ.
The moment the pressure falls down, the spring forces the plunger down and pumping action is resumed. ഇനി ഏത് സമയത്താണോ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിലും ദെൻ അതുപോലെ ഫ്യൂവൽ ഫിൽറ്ററിലെയും ഫ്യൂവലിന്റെ അളവ് കുറയുന്നത്, ആ സമയത്ത് ഇവ രണ്ടിലെയും പ്രഷറും കുറയും. ഇവ രണ്ടിലെയും പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഫ്യൂവൽ ഫീഡ് പമ്പിന് ഈസി ആയിട്ട് ഫ്യൂവലിനെ അങ്ങോട്ട് പമ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എപ്പോൾ പ്രഷർ കുറയുന്നോ ആ സമയത്ത് ഫ്യൂവൽ ഫീഡ് പമ്പ് പഴയതുപോലെ തന്നെ വർക്ക് ചെയ്യുകയും പമ്പിംഗ് ആക്ഷൻ തുടരുകയും ചെയ്യും. ദെൻ ഹാൻഡ് പ്രൈമിംഗ് ഡിവൈസ്. ഫ്യൂവൽ ഫീഡ് പമ്പിൽ ഉണ്ടാകുന്ന മറ്റൊരു ഡിവൈസ് ആണ് ഹാൻഡ് പ്രൈമിംഗ് ഡിവൈസ്. ഹാൻഡ് പ്രൈമിംഗ് ഡിവൈസ് ഈസ് സ്ക്രൂഡ് ഇൻ ടു ദി ഫീഡ് പമ്പ് എബവ് ദ സക്ഷൻ വാൾവ്. സക്ഷൻ വാൾവിന്റെ മുകളിലായിട്ടാണ് ഹാൻഡ് പ്രൈമിംഗ് ഡിവൈസ് സാധാരണ ഫിറ്റ് ചെയ്ത് വെക്കാറുള്ളത്. When the engine is at rest, engine റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് with the aid of the hand priming device, fuel can be pumped from the fuel tank through the filter to the FIP. FIP-യിലേക്ക് ഫ്യൂവൽ ഫിൽറ്ററിലൂടെ ഫ്യൂവലിനെ പമ്പ് ചെയ്യിക്കാൻ ഹാൻഡ് പ്രൈമിംഗ് ഡിവൈസിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാം ഷാഫ്റ്റ് ആണ് ഇപ്പോൾ ഫ്യൂവൽ ഫീഡ് പമ്പിനെ വർക്ക് ചെയ്യിക്കുന്നത്. ഇനി ക്യാം ഷാഫ്റ്റിന്റെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് ഹാൻഡ് പ്രൈമിംഗ് ഡിവൈസ് വഴി എന്തെങ്കിലും ഒരു സ്റ്റക്കിംഗ് ഫ്യൂവൽ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് പ്രൈമിംഗ് ഡിവൈസ് വഴി നമ്മുടെ മാനുവൽ ആയിട്ടുള്ള പവർ ഉപയോഗിച്ചിട്ട് ഫ്യൂവലിനെ പമ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ് പ്രൈമിംഗ് ഡിവൈസ് ഈ ഒരു ഫ്യൂവൽ ഫീഡ് പമ്പിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. In order to operate the primer, the knurled knob is screwed out until the plunger can be pulled upward, causing the suction valve to open for the fuel to flow into the suction chamber. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഫ്യൂവൽ ഫീഡ് പമ്പിന്റെ മുകളിലായിട്ട് ഒരു നെർൽ ചെയ്തിട്ടുള്ള ഒരു സ്ക്രൂ കാണാം. ഇത് നമ്മൾ ലൂസൻ ചെയ്ത് പൊക്കുമ്പോഴാണ് നമുക്ക് ഹാൻഡ് പ്രൈമിംഗ് ഡിവൈസിന്റെ പ്ലഞ്ചർ വർക്കിംഗ് ആവില്ല. ദെൻ നമ്മൾ അത് മുകളിലേക്കും താഴേക്കും പ്രസ് ചെയ്ത് കഴിയുമ്പോഴാണ് അവിടെ ഒരു മാനുവൽ പമ്പിംഗ് ആക്ഷൻ വർക്കിംഗ് ആവുന്നത്. ദെൻ ഇവിടെ നമ്മൾ ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ സക്ഷൻ വാൾവ് ഓപ്പൺ ആവുകയും ഫ്യൂവലിനെ സക്ഷൻ ചേമ്പറിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. When the plunger is pressed down, the suction valve closes. പ്ലഞ്ചർ നമ്മൾ താഴേക്ക് പ്രസ് ചെയ്യുമ്പോൾ സക്ഷൻ വാൾവ് ക്ലോസ് ചെയ്യുകയും ദെൻ പ്രഷർ വാൾവ് ഓപ്പൺ ആവുകയും ചെയ്യും. ആൻഡ് ഫ്യൂവൽ ഫ്ലോസ് ത്രൂ ദ ഫീഡ് പമ്പ് ആൻഡ് ഫിൽറ്റർ ടു ദി FIP. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്യൂവൽ ഫീഡ് പമ്പിന്റെ എക്സാക്ട് വർക്കിംഗ് തന്നെ, ബട്ട് അവിടെ ക്യാം ഷാഫ്റ്റിന്റെ ഹെൽപ്പോട് കൂടിയല്ല, ഹാൻഡ് പ്രൈമിംഗ് ഡിവൈസിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ഫ്യൂവലിനെ പമ്പ് ചെയ്യാൻ സാധിക്കും. ദെൻ ഫ്യൂവൽ ഫീഡ് പമ്പിൽ മറ്റൊരു ഡിവൈസ് ഉള്ളത് പ്രിലിമിനറി സ്ട്രെയിനർ ആണ്. പ്രിലിമിനറി സ്ട്രെയിനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്റർ തന്നെയാണ്. The preliminary strainer is used attached to the feed pump. The function of the preliminary strainer is to prevent the coarser impurities at a very early stage. അപ്പോൾ ഒരു ഫ്യൂവൽ ഫീഡ് പമ്പിലേക്ക് ഫ്യൂവൽ കയറുന്നതിന് മുന്നേ തന്നെയായിട്ട് ഒരു പ്രിലിമിനറി സ്ട്രെയിനർ കൊടുക്കും, ഒരു ഫിൽറ്റർ. അതിലേക്ക് വരുന്ന വലിയതായിട്ടുള്ള കോഴ്സർ ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ്, ചെറിയ ചെറിയ പൊടി പദാർത്ഥങ്ങളെല്ലാം ഈ ഒരു സ്ട്രെയിനർ പ്രിവെന്റ് ചെയ്യുകയും ദെൻ അതിനെ ഒന്നും കൂടി പ്യൂരിഫൈ ചെയ്തതിന് ശേഷം ഫ്യൂവൽ ഫീഡ് പമ്പിലേക്ക് ഫ്യൂവലിനെ കടത്തിവിടാനും പ്രിലിമിനറി സ്ട്രെയിനർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. It consists of a housing with a nylon wire gauge insert or a wire mesh sieve. Mesh sieve എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ അരിപ്പ പോലെ അല്ലെങ്കിൽ നൈലോൺ വയർ ഗേജിന്റെ അത് ആ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അരിപ്പ പോലത്തെ ഒരു എക്യുപ്മെന്റ് ആയിരിക്കും ഈ ഒരു ഫ്യൂവൽ ഫീഡ് പമ്പിന്റെ ഹൗസിങ്ങിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ഫ്യൂവൽ ഫീഡ് പമ്പിലേക്ക് ഫ്യൂവൽ കടന്നു വരുമ്പോൾ ഈ ഫ്യൂവലിനെ ഈ ഒരു സ്ട്രെയിനർ നല്ല രീതിയിൽ അരിച്ച് നല്ല പ്യൂരിറ്റി ആയിട്ട് ഇംപ്യൂരിറ്റീസ് ഒന്നുമില്ലാത്ത ഫ്യൂവലിനെ ആയിട്ട് ഫ്യൂവൽ ഫീഡ് പമ്പിലേക്ക് ഇതിനെ കൊണ്ടുവരും. ഇനി ഒരു ഫ്യൂവൽ ഫീഡ് പമ്പിന്റെ വർക്കിംഗ് ആനിമേഷൻ നമുക്ക് നോക്കാം. ഇത് ക്യാം ഷാഫ്റ്റിൽ ക്യാം ആണ്. ദെൻ ഇവിടെ കാണുന്നത് നമ്മുടെ സ്പിൻഡിലാണ്. ഹൗസിംഗ് ആണ് ഈ കാണുന്നത്. ഇതിന്റെ സെക്ഷണൽ വ്യൂ നമുക്ക് കാണാം. ഇവിടെ ക്യാം ഷാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്പിൻഡിൽ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുകയാണ്. ഇവിടെ ഒരു സ്പിൻഡിൽ സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ കാണുന്നത് നീല കളറിൽ കാണുന്നതാണ് പ്ലഞ്ചർ, താഴെ കാണുന്നത് പ്ലഞ്ചർ സ്പ്രിങ്. മുകളിലേക്കും താഴേക്കുമുള്ള മൂവ്മെന്റിൽ സക്ഷൻ ചേമ്പറിൽ നിന്നും വലിച്ചെടുക്കുന്നു.
സക്ഷൻ വാൾവിലൂടെ ഫ്യൂവലിനെ വലിച്ചെടുക്കുന്നു. ദെൻ പ്രഷർ ചേംബറിലൂടെ ഫ്യൂവലിനെ പുറത്തേക്ക് കൊടുക്കുന്നു. ദെൻ നമ്മൾ പറഞ്ഞു ഐഡിൽ ആക്ഷൻ. ഐഡിൽ ആക്ഷൻ ഹൈ പ്രഷർ വരുന്ന സമയത്ത് ഇവിടെ സ്പിൻഡിൽ മാത്രം വർക്ക് ചെയ്യുന്നു. ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പമ്പിങ് ആക്ഷൻ നടക്കുന്നില്ല. ഇനി ഹാൻഡ് പ്രൈമിംഗ് ഡിവൈസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹാൻഡ് പ്രൈം നമ്മൾ മുകളിലേക്കും താഴേക്കും ഹാൻഡ് പ്രൈം ചെയ്യാണ്. ഈ സമയത്ത് സക്ഷൻ വാൾവിലൂടെ ഫ്യൂവൽ വരുന്നു. ദെൻ പ്രഷർ ചേംബറിലൂടെ പ്രഷർ വാൾവിലൂടെ ഫ്യൂവൽ ഫിൽറ്ററിലൂടെ FIPയിലേക്ക് പോകുന്നു. അപ്പോൾ ഹാൻഡ് പ്രൈം ചെയ്യുമ്പോഴും ഈ ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇവിടെയും ക്യാം ഷാഫ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മുടെ സ്പിൻഡിൽ ആ സമയത്തും ഐഡിലാണ്. വർക്കിംഗ് നോക്കാം. സക്ഷൻ വാൾവിലൂടെ സക്ഷൻ ചേംബർ, പ്രഷർ ചേംബറിലൂടെ പ്രഷർ വാൾവ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫ്യൂവൽ ഫീഡ് പമ്പിൻ്റെ വർക്കിംഗ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ വ്യക്തമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.